ചെറിയ പെരുന്നാൾ വ്രതാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്ത വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ തുടർച്ചയായ 2ാം വർഷമാണ് പ്രസിഡന്റ് മുടങ്ങാതെ നോമ്പ് നോൽക്കുന്നത്. വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് ഓരോ ചെറിയ പെരുന്നാളും. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ നോമ്പ് നോൽക്കുന്നത്. തന്റെ 99% സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മുസ്ലിം സമുദായ അംഗങ്ങളാണെന്നും നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടപ്പോഴാണ് നോമ്പ് പിടിക്കാമെന്ന് തീരുമാനിച്ചതെന്നും ഗോപാൽ ഡിയോ പറഞ്ഞു. നമസ്കാരം, ഞാൻ ഗോപാൽ ഡിയോ, വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ പ്രാവശ്യത്തെ വ്രതാനുഷ്ഠാനം ഞാനും പങ്കാളിയായേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ വ്രതാനുഷ്ഠാനം പരിപാടി കഴിഞ്ഞ നോമ്പിന് കൃത്യമായിട്ട് എല്ലാ നോമ്പും പിടിക്കാൻ എനിക്ക് സാധിച്ചു. തുടർച്ച എന്നോണം ഈ പ്രാവശ്യവും നല്ല രീതിയിൽ ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്. ഇന്ന് നോമ്പ് തുടങ്ങിയിട്ട് ഇന്ന് 10ാമത്തെ ദിവസമാണ്. ഞാൻ നോമ്പ് എടുക്കാനുള്ള കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ഷിയാസ് തൂമ്പായിൽ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വ്രതാനുഷ്ഠ കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് പറയുകയാണ്, പ്രസിഡന്റ് നോമ്പ് നോക്കണം, ഞങ്ങളുടെ കൂട്ടർ നോമ്പ് നോക്കണം എന്ന് തമാശ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് അത് എടുക്കുകയും തീർച്ചയായിട്ടും ആ വർഷം പൂർണ്ണമായിട്ടും എല്ലാ നോമ്പും എനിക്ക് നോക്കാൻ സാധിച്ചു. തുടർച്ചയായിട്ട് ഈ വർഷവും ഞാൻ നോമ്പ് നോക്കിയാണ്. എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ ഒരു സപ്പോർട്ടാണ് എനിക്ക് തന്നത്. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും എല്ലാവരും തന്നെ ഇപ്പം മാറമ്പള്ളിയിൽ ഈ പഞ്ചായത്തിൽ വന്നിട്ട് തന്നെ 4 വർഷം കഴിയുന്നു. ഇവിടെയും എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് ബന്ധപ്പെടാൻ പറ്റിയത് മുസ്ലിം സമുദായക്കാരാണ്. അപ്പോൾ അവരുടെ ഈ വ്രതാനുഷ്ഠ കാലഘട്ടത്തിൽ അവരോട് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ നോയമ്പ് നോൽക്കുന്നത്. രാവിലെ 5 മണിക്ക് മുമ്പായിട്ട് എണീറ്റ് കട്ടൻ കാപ്പി അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടുവെള്ളം അത് കുടിച്ചിട്ടാണ് നോയമ്പ് തുടങ്ങുന്നത്. ബാങ്കിന് ശേഷം ജലപാനമില്ലാതെ, അതായത് സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ ജലപാനം ഭക്ഷണമില്ലാതെ അസ്തമയ സമയത്ത് നമ്മുടെ മാറമ്പള്ളി പള്ളിയിൽ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ഇരുന്ന് തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും നോമ്പ് തുറക്കുന്നത്. എല്ലാ ഭാഗത്തും നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ആരോഗ്യപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 10 ദിനങ്ങൾ കഴിഞ്ഞു. ബാക്കിയുള്ള 20 ദിവസങ്ങളിൽ നോമ്പ് പൂർണ്ണമായിട്ട് പിടിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഈ നോമ്പ് നോക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ആ നോമ്പിൻ്റെ പുണ്യം കിട്ടട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. പലപ്പോഴും മാറമ്പള്ളി ടൗൺ മസ്ജിദിലാണ് വിശ്വാസികളോടൊപ്പം ഇരുന്ന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നോമ്പ് തുറക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ ഇഫ്താർ സംഗമങ്ങളിലും പങ്കെടുക്കാറുണ്ടെന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഉസ്താദ് ഇസ്മായിൽ ഫൈസി അറിയിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാനിലെ നോമ്പ് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു രഹസ്യമായ ആരാധനയാണ്. നിസ്കാരം മറ്റ് കർമ്മങ്ങളെപ്പോലെ അനുഷ്ഠാന കർമ്മങ്ങളല്ല നോമ്പിലുള്ളത്. മറിച്ച് സൃഷ്ടാവിനു വേണ്ടി വെടിയലാണ്, ഒഴിവാക്കലാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഗുണം മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ വലിയ നേട്ടങ്ങൾക്ക് ഈ ആരാധന കാരണമാകുന്നു എന്നുള്ളതാണ്. എനിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ റമദാനിലാണ് നമ്മുടെ വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ഗോപാൽ ഡിയോ വ്രതാനുഷ്ഠാനം കൂടെയുള്ള സഹപ്രവർത്തകരായ മെമ്പർമാരുടെ കൂടെയുള്ള ജീവിതത്തിനിടയിൽ അവരെല്ലാവരും വ്രതമനുഷ്ഠിക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു രസകരമായ ഒരു പ്രത്യേകമായൊരു രസത്തിന് വേണ്ടി വ്രതാനുഷ്ഠാനം തുടങ്ങി. പിന്നെ അതൊരു ആവേശമായി, പിന്നെ ഒരു ആത്മനിർവൃതിയായി, സംതൃപ്തിയായി എല്ലാ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിച്ച് മിക്കവാറും കഴിഞ്ഞ റമദാനിൽ നമ്മുടെ പള്ളിയിൽ വന്ന് വിശ്വാസികളോടൊപ്പം ഇരുന്ന് നോമ്പ് തുറക്കുന്ന ഒരു കൗതുകകരമായ കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ റമദാനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് എന്നോട് റമദാനിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരുന്നു, അടുത്ത വർഷവും ഞാൻ നോമ്പനുഷ്ഠിക്കാൻ, വ്രതമനുഷ്ഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.